5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. നിർമ്മിത ബുദ്ധി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇന്ന് വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാധനമാണ്. ആ വാക്ക് മലയാളികൾക്ക് വളരെ സുപരിചിതമാണ്. നിർമ്മിത ബുദ്ധി എന്ന് പറയുന്നത് പ്രിൻറ്റിങ്ങിന് ശേഷം ലോകം കണ്ട ഏറ്റവും മഹത്തായ ഒരു സാങ്കേതിക വിദ്യയാണ്. ലോകത്തിൻ്റെ ബൗദ്ധിക ചരിത്രത്തിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു സാങ്കേതിക വിദ്യ പ്രിൻറ്റിങ്ങിന് ശേഷം. ഇതിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് എയെക്കുറിച്ച് അതിൻ്റെ ശാസ്ത്രീയമായ സാങ്കേതികമായ വശങ്ങളെക്കുറിച്ചല്ല പറയുന്നത്. ഇതിൻ്റെ സമൂഹത്തിലുള്ള പ്രസക്തി എന്ന് പറയുന്നത് ഇന്ന് ഏത് സാധാരണക്കാരനും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സാങ്കേതിക വിദ്യയായി മൊബൈലിലൂടെ ഉപയോഗിക്കാൻ പറ്റുന്ന അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. സ്മാർട്ട് ഫോൺ സർവ്വസാധാരണമാണ്. സ്മാർട്ട് ഫോണിൽ സാധാരണ വാട്സാപ്പ് പോലെ ഗൂഗിൾ പേ പോലെ ഉപയോഗിക്കാൻ കഴിയുന്ന നിരവധി AI ടൂളുകൾ ഇന്ന് ലഭ്യമാണ്. അവിടെ ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിന് വേണ്ട ഒരു മുൻ പരിചയമൊന്നും ആവശ്യമില്ല, ഭാഷ ആവശ്യമില്ല, മാതൃഭാഷയിൽ തന്നെ ഉപയോഗിക്കാൻ കഴിയുന്നൊരു സാങ്കേതിക വിദ്യയാണ്. ഇത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ഇത് മനുഷ്യനെ റീപ്ലേസ് ചെയ്യുമെന്നും അല്ലെങ്കിൽ മനുഷ്യനെ മേലിൽ ആധിപത്യം സ്ഥാപിക്കുമെന്നും ഒക്കെ പറയുന്നുണ്ടെങ്കിലും ഇന്ന് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ല നിർമ്മിത ബുദ്ധി. സാധാരണ രീതിയിൽ നമുക്കറിയാം, കാൽക്കുലേറ്റർ വന്നപ്പോൾ അത് മനുഷ്യൻ്റെ കണക്ക് കൂട്ടാനുള്ള ശേഷിയെയും അവൻ്റെ മാത്തമാറ്റിക് എബിലിറ്റിയെയും എല്ലാം ഇല്ലാതാക്കുമെന്നും മനുഷ്യൻ്റെ ബുദ്ധി നശിപ്പിക്കുമെന്നും ഒക്കെ പറഞ്ഞവരുണ്ട്. പക്ഷേ കാൽക്കുലേറ്റർ എന്തുമാത്രം സ്വാധീനം സാധാരണക്കാരന് സഹായിച്ചു. പ്രത്യേകിച്ച് ചെറുകിട കച്ചവടക്കാർക്ക് വലിയ വലിയ കണക്കുകൾ വളരെ എളുപ്പത്തിൽ അവരുടെ എല്ലാം ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്ന ഒരു ടൂളായിട്ട് കാൽക്കുലേറ്റർ മാറിയെങ്കിൽ അതിനപ്പുറമുള്ളൊരു ടൂളായിട്ട് നിർമ്മിത ബുദ്ധി മാറും. ഇന്നറിയാം, ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഇന്ന് ഒരു ചെറുകിട കച്ചവടക്കാരൻ്റെ അടുത്ത് പോയി സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ അവന് ബില്ല് കൊടുക്കാൻ പറ്റില്ല. അവന് അതിൻ്റെ സോഫ്റ്റ്വെയറും മറ്റു സംവിധാനങ്ങളൊന്നുമില്ല, അവരുടെ അടുത്ത് ബാക്ക് സിസ്റ്റം ഇല്ല. അവിടെ മൊബൈൽ ഫോണിലൂടെ കാൽക്കുലേറ്ററിൽ ഉപയോഗിച്ച് കണക്ക് കൂട്ടിയതുപോലെ അവനൊരു ബില്ല് കൊടുക്കാം AIയിലൂടെ, ഒരു പൈസയും ചിലവില്ലാതെ. അവന് മലയാളത്തിൽ പറഞ്ഞാൽ മതി, കൃത്യമായിട്ട് ഒരു പ്രൊഫഷണൽ ബില്ല് തയ്യാറാക്കുന്നതിനേക്കാളും വേഗത്തിൽ ഭംഗിയായി ഒരു ബില്ല് തയ്യാറാക്കി കസ്റ്റമറിൻ്റെ വാട്സാപ്പിൽ അയച്ചു കൊടുക്കാം. സാധാരണ ജനം അഭിമുഖീകരിക്കുന്ന ഏത് പ്രശ്നത്തിനും ഒരു പരിഹാരമാണിത്. പലർക്കും അസാധാരണമായ പല കഴിവുകളും ഉണ്ടാവാം. പക്ഷെ അവൻ്റെ കഴിവുകൾ പ്രദർശിപ്പിക്കാനോ അതിനെ വളർത്തിയെടുക്കാനോ മറ്റ് പല പരിമിതികളും ബുദ്ധിമുട്ടുണ്ട്. അത്തരം പരിമിതികളെ ഇല്ലാതാക്കാൻ AI സഹായിക്കുന്നു. നന്നായി ചിന്തിക്കുകയും നന്നായി പുതിയ ആശയങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരാളിന് അല്ലെങ്കിൽ എഴുതാൻ അറിയില്ലായിരിക്കും, അല്ലെങ്കിൽ എഴുതുമ്പോൾ അക്ഷരപ്പശ ഉണ്ടായിരിക്കും. അത്തരം സാഹചര്യത്തിൽ അവന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് ആ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അവൻ്റെ കഴിവുകൾ പ്രകടിപ്പിക്കാം. അതേസമയം ചില മേഖലകളിൽ ഇത് പ്രശ്നമുണ്ട്, തൊഴിൽ ഇല്ലാതാക്കുന്നു. ഇപ്പോൾ തൊഴിൽ നഷ്ടപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ അത് ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ തന്നെ നമ്മളെ മുമ്പിൽ വന്നിട്ടുള്ളത് മെഡിക്കൽ സയൻസ് രംഗത്തിലാണ്. പാത്തോളജി, റേഡിയോളജിസ്റ്റ് തുടങ്ങിയ ആ മേഖല തന്നെ അപ്പാടെ ഇല്ലാതാവും. ഒരു പാത്തോളജിസ്റ്റ് എന്താണോ ചെയ്യുന്നത് അത് AI വളരെ വേഗത്തിൽ അതിനേക്കാൾ ഗംഭീരമായി ചെയ്യും. അതിന്നിപ്പോൾ ഇവിടെ നിലവിലായി കഴിഞ്ഞു. റേഡിയോളജിസ്റ്റുകൾ, സ്കാനിങ് മെഷീൻ എന്ന് പറയുന്നത് അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിതമാണ്. അപ്പോൾ ഒരു റേഡിയോളജിസ്റ്റിൻ്റെ സഹായമില്ലാതെ തന്നെ അതിൻ്റെ റിപ്പോർട്ട് AI തയ്യാറാക്കുന്നു. അപ്പോൾ AI ചില മേഖലകളിൽ തൊഴിൽ നഷ്ടപ്പെടുത്തുന്നുവെങ്കിലും അത് തൊഴിൽ ലഭ്യമാക്കുകയും മനുഷ്യന് ഉപകാരപ്രദമായ അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുന്ന ഒരുപാട് മേഖലകളുണ്ട്, ധാരാളം. അതുപോലെ തന്നെ ക്രിയേറ്റീവായ, നമുക്കറിയാം മനുഷ്യൻ്റെ സൃഷ്ടി സർഗാവാസന, ഇത് AI എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ബുദ്ധിയെ ജൈവ ബുദ്ധി പോലെ പ്രവർത്തിക്കുന്ന ഒരു ബുദ്ധിയാണ്. സാധാരണ മനുഷ്യൻ്റെ ബുദ്ധിയെ നമുക്ക് അളക്കാൻ കഴിയും. അത് IQ എന്ന് പറയുന്ന ഒരു ഏകമുണ്ട്, 0 മുതൽ 200 വരെ. നമ്മുടെ ഒരു സാധാരണ മനുഷ്യൻ്റെ IQ എന്ന് പറയുന്നത് 100ആണ്. അപ്പോൾ ആ IQ നിശ്ചയിക്കുന്നത് അവൻ്റെ വെർബൽ എബിലിറ്റി, സ്പേഷ്യൽ എബിലിറ്റി, ന്യൂമറിക്കൽ എബിലിറ്റി, അവൻ്റെ തിങ്കിങ്, ഇങ്ങനെയൊക്കെയുള്ള 7ഓളം ഘടകങ്ങളാണ്. ഈ 7ഓളം ബുദ്ധിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനുണ്ട്. അപ്പോൾ ആ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് മനുഷ്യൻ്റെ പരിമിതികളെ, ഒരു സാധാരണ മനുഷ്യൻ്റെ പരിമിതികളെ അതിജീവിക്കുകയും ഒപ്പം അവൻ്റെ കഴിവുകളെ പരമാവധി വളർത്തിക്കൊണ്ടുവരാനും ഈ സാങ്കേതിക വിദ്യ സഹായിക്കും. ധാരാളം ഇന്ന് ChatGPT വന്നതിന് ശേഷം ദിനംപ്രതി 100 കണക്കിന് ടൂളുകളാണ് വരുന്നത്. അത് പലതും പെയ്ഡ് ആണെങ്കിലും സൗജന്യമായി ഉപയോഗിക്കാൻ കഴിയുന്ന ധാരാളം AI ടൂളുകളുണ്ട്. ഈ ടൂളുകളെല്ലാം സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്.
പക്ഷെ അവരത് ഉപയോഗിക്കുന്നവർ അതിൻ്റെതായ ഒരു രീതിയിൽ അതിൻ്റെ ഒരു രീതിശാസ്ത്രം ക്രമേണ പഠിച്ചു വരികയും ആവശ്യമുള്ളവർ ഇത് ഉപയോഗിക്കുകയും ചെയ്യും. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കഥ എഴുതും, പാട്ട് എഴുതും. ഇപ്പോൾ സുനോ എന്ന് പറയുന്ന മൈക്രോസോഫ്റ്റിൻ്റെ ഒരു ടൂളുണ്ട്. ഗംഭീരമായി പാട്ടുകൾ തയ്യാറാക്കി മ്യൂസിക് ഇട്ട് പാടിത്തരും. അപ്പോൾ ഈ മ്യൂസിക് ഇൻഡസ്ട്രിയെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അപ്പാടെ വിഴുങ്ങുമെന്നുള്ള നിലയിൽ ഹോളിവുഡിലും അതുപോലെ ഈ അടുത്ത കാലത്ത് ലണ്ടനിലൊക്കെ വലിയ പ്രക്ഷോഭമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ഒരു വശത്ത് നടക്കുന്നുണ്ടെങ്കിലും സർഗാത്മകമായ കാര്യത്തിൽ AI സർഗസൃഷ്ടി നടത്തുന്ന ആൾക്കാർക്ക് പല രീതിയിൽ അവർക്ക് സഹായിക്കും. ഇപ്പോൾ ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കുക, ചിലപ്പോൾ ആഴ്ചകളോളോ മാസങ്ങളോളോ എടുത്തായിരിക്കും ഒരു കഥാപാത്രത്തിന്റെ പേര് കണ്ടെത്തേണ്ടത്. AI-യിലൂടെ അത് സാധിക്കും. അവരുടെ സർഗവാസനയെ ഇത് നശിപ്പിക്കില്ല. പകരം എഴുത്ത് എന്ന് പറയുന്ന സംവിധാനത്തെ വളരെ വലിയ രീതിയിൽ കൂടുതൽ സുഗമമാക്കാനും സമയം ലാഭിക്കാനും ഒക്കെ ഈ സാങ്കേതിക വിദ്യ സഹായിക്കും. അങ്ങനെ സാധാരണക്കാരൻ്റെ ഉള്ള ഒരു ആയുധമാണ് AI. അത് അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. ഇത് നമ്മൾ പേടിക്കുന്നത് പോലെ മനുഷ്യനെ റീപ്ലേസ് ചെയ്യാനൊന്നും പോകുന്നില്ല. അതിനുള്ള സാധ്യത വിദൂര ഭാവിയിൽ പോലും ഉണ്ടാവില്ല. അത് മാത്രമല്ല, നിയമത്തിന് വിധേയമാണ്. ഇന്ന് വരെയുള്ള മറ്റ് സാങ്കേതിക വിദ്യ പോലെയല്ല. AI നിയമവിധേയമാണ്. AI ഉപയോഗിച്ചുകൊണ്ട് നിയമവിരുദ്ധമായ ഒരു സാധനവും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ അശ്ലീലപരമായ ഒന്നും AI ഉപയോഗിച്ച് ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. ദേശവിരുദ്ധമായ ഒരു കണ്ടന്റും AI ക്രിയേറ്റ് ചെയ്യില്ല. മതവിരുദ്ധമായ ബോഡി ഷെയ്മിങ് സംബന്ധമായ കാര്യങ്ങൾ ചെയ്യില്ല. നിങ്ങളൊരു നദിയിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയുടെ പടം ജനറേറ്റ് ചെയ്ത് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിക്ചർ ജനറേറ്റിംഗ് AI-കളൊന്നും ജനറേറ്റ് ചെയ്ത് തരില്ല. അത്രമാത്രം ധാർമ്മികതയും മനുഷ്യ മൂല്യങ്ങളെയും അധിഷ്ഠിതമാണ് പല AI ടൂളുകൾ. ഇനി അതിനു വേണ്ടി ഈ മെയിൻ സ്ട്രീമിൽ ഇല്ലാത്ത ചില AI ആപ്ലിക്കേഷൻ ആരെങ്കിലും ജനറേറ്റ് ചെയ്ത് അത് വെച്ച് ചെയ്യുമെങ്കിൽ മാത്രമേ അത്തരം പ്രശ്നങ്ങൾക്ക് ഒരു ഭയപ്പെടേണ്ടതുള്ളൂ.